Hi, hello, my dear students. Today we are starting a new chapter, Chapter 6 Resource Utilization and Sustainability. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സെക്കൻഡ് ടൈം പോർഷനായിട്ടുള്ള നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ ഹാഫ് പോർഷൻ അല്ലേ, സെക്കൻഡ് ഹാഫായിട്ടുള്ള പോർഷൻ നമുക്കിടെ സെക്കൻഡ് ടൈം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു. ഇന്ന് സെക്കൻഡ് ടൈം പരീക്ഷയിലേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പോർഷനാണ് ചാപ്റ്റർ 6 റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ശരിക്കും നമുക്കിതിന് രണ്ട് പോർഷനുണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിന്. ദ ഫസ്റ്റ് പോർഷൻ, അവിടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? വാട്ട് ഈസ് റിസോഴ്സ്? എന്താണ് റിസോഴ്സ്? ഇപ്പോൾ പലതരം റിസോഴ്സസിനെ പറ്റിയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അവിടെ പഠിക്കുക. അപ്പോൾ ഓരോ ടൈപ്പിലുള്ള റിസോഴ്സും എന്താണ് ആദ്യം നമ്മൾ പഠിക്കുന്നു. എന്താണ് റിസോഴ്സ്? വാട്ട് ഈസ് റിസോഴ്സ്? പിന്നെ ആ റിസോഴ്സിൻ്റെ ചില എക്സ്പ്ലനേഷനും നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ദെൻ ദ സെക്കൻഡ് പോർഷൻ നമ്മൾ പഠിക്കുന്നത് എന്താണ്? സസ്റ്റൈനബിലിറ്റി. എന്താണ് സസ്റ്റൈനബിലിറ്റി? അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന വളരെ നല്ല ഒരു ചാപ്റ്ററാണ് നമ്മുടെ ചാപ്റ്റർ 6 റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മുടെ സെക്കൻഡ് ടൈമിൽ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് കയറാം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ റിസോഴ്സ് എന്താണെന്നാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സിനിമയുടെ പേര് ടീച്ചർ പറയാം. KGF അല്ലേ? KGF നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ KGF എന്തായിരുന്നു? ആ KGF സിനിമയിൽ എന്താണ് അവർ കാണിച്ചത്, അല്ലെങ്കിൽ അതിനകത്തെ തീം എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ഖനിയിൽ ജോലി ചെയ്യുന്ന കുറേ തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ കുറേ സഫറിങ്സ്, അവരുടെ കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്കൊരു ഹീറോ വരുന്നു. ആ ഹീറോയുടെ കുറേ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മുടെ പിക്ചറിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അത് ഒരു സ്വർണ്ണ ഖനിയുടെ പിക്ചറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്. ടീച്ചർ പറയുന്ന പിക്ചർ എന്ന് പറയുന്നത് പേജ്, ഇത് തുടങ്ങുന്ന പേജ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അവിടെ ആദ്യം തന്നിരിക്കുന്ന പിക്ചർ കോളാർ ഗോൾഡ് മൈൻ. കോളാർ ഗോൾഡ് മൈൻ എവിടെയാണ് ഈ കോലാർ ഗോൾഡ് മൈൻ? നമ്മുടെ തന്നെ അടുത്തുള്ള ഒരു സ്റ്റേറ്റാണ് കർണാടക. നിങ്ങൾക്കറിയാം, കർണാടകയിലെ കോലാർ ഗോൾഡ് മൈനിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ KGF എന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. പ്രിപ്പയർ എ നോട്ട് ഓൺ KGF. KGF മീൻസ് കോലാർ ഗോൾഡ് ഫീൽഡ്. കോലാർ ഗോൾഡ് ഫീൽഡ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് KGF. In 1804, John Warren made a resource map for British government. Okay, for the use of British government. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഈ പറയുന്ന കർണാടകയും തമ്മിലുള്ള ബന്ധം എന്നതാ? ബ്രിട്ടീഷുകാർ അവർ ഇന്ത്യയെ ഒരു കോളനി ആക്കുകയും ഈ കോളനിയിൽ നിന്നും അവർക്ക് വേണ്ട റിസോഴ്സസിനെ അവർ ഉപയോഗിക്കുകയും അതിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അല്ലേ? അങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്കുണ്ടായി. അപ്പോൾ നമ്മൾ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അങ്ങനെ എല്ലാ കോളനികളിൽ നിന്നും ഈ പറയുന്ന ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്യുക? ഓരോ കോളനിയിലുമുള്ള റിസോഴ്സസിനെ, അവിടെയുള്ള എല്ലാത്തരം അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാത്തരം റിസോഴ്സസിനെയും കണ്ടെത്തുകയും ആ റിസോഴ്സസിനെ അവർ അവിടെ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുകയും അതിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റി ആ പ്രോഡക്റ്റിനെ ഇതേ കോളനിയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു കൊളോണലൈസേഷൻ അല്ലേ? ഈ കൊളോണലൈസേഷൻ്റെ കാലത്ത് ആദ്യം അവർ ചെയ്യുന്നത് എന്താണ്? ഏത് സ്ഥലത്താണോ അവർ കോളനി സ്ഥാപിക്കുന്നത് അവിടെയുള്ള റിസോഴ്സസിനെ അവർ അതിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കും. അപ്പോൾ ഇന്ത്യയിലെ റിസോഴ്സസിൻ്റെ നമുക്കറിയാം, റിസോഴ്സസിൽ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറയുന്നത് ഗോൾഡ് തന്നെയാണ് അല്ലേ? ഗോൾഡ് നമുക്കറിയാം. ഇന്ന് നമ്മൾ ഗോൾഡിൻ്റെ വില നിങ്ങളൊന്ന് നോക്കുക. ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു പവൻ 8 ഗ്രാമിനാണ് ഒരു പവൻ എന്ന് പറയുക. ഒരു പവൻ ഗോൾഡിന് ഇപ്പോൾ ഇന്നൊക്കെയുള്ള വില എന്ന് പറയുന്നത് 82,000
രൂപയാണ് അതിൻ്റെ വില. അപ്പം ഏറ്റവും വില പിടിപ്പുള്ള ഗോൾഡ്. അപ്പോൾ ഈ ഗോൾഡ് അതിൻ്റെ റിസോഴ്സ് എവിടെയൊക്കെ ഉണ്ട് എന്ന് ഒരു മാപ്പ് അവർ തയ്യാറാക്കി. റിസോഴ്സ് മാപ്പ് അല്ലേ. മാപ്പുകൾ പല ടൈപ്പ് ഉണ്ട്, നമുക്കറിയാം. പൊളിറ്റിക്കൽ, നിങ്ങൾ മാപ്പിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ മാപ്പുണ്ട്, റിസോഴ്സ് മാപ്പുണ്ട്, ഹിസ്റ്റോറിക്കൽ മാപ്പുണ്ട് അല്ലേ. അങ്ങനെ റിസോഴ്സ് മാപ്പ് അവർ തയ്യാറാക്കി. ആരാണ് ആ മാപ്പ് തയ്യാറാക്കിയത്? ഇൻ 1804 ജോൺ വാരൻ he made a map for the British government, a resource map for the British government. The village of Origam in Karnataka and its surrounding area was found as the land of gold. അപ്പോൾ ഒരിഗാം എന്ന് പറയുന്ന കർണാടകയിലെ ഒരു വില്ലേജും അതിൻ്റെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സും ഗോൾഡ് ഉള്ള ഏരിയ ആയിട്ട് അവർ കണ്ടെത്തുകയും അതിൻ്റെ ഒരു റിസോഴ്സ് മാപ്പ് ജോൺ വാരൻ തയ്യാറാക്കുകയും ചെയ്തു. ആർക്ക് വേണ്ടി? ഫോർ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഓക്കെ, ഇൻ 1804 ദിസ് ഈസ് റീനെയിംഡ്. അപ്പോൾ ഒരിഗാം എന്നുള്ള പേരിനെ വീണ്ടും റീനെയിം ചെയ്തു. അതിനൊരു പുതിയ പേര് കൊടുത്തതാണ് കോലാർ ഗോൾഡ് ഫീൽഡ്, KGF. ഓക്കെ, ഫ്രം 1800 to 1956 the Kolar gold field produced more than 800 tons of gold and India's place on the gold map. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഗോൾഡ് മാപ്പിൽ, വേൾഡിലുള്ള ഗോൾഡ് മാപ്പിൽ ഒരു സ്ഥാനം നമുക്ക് കിട്ടിയത് ഈ കോലാർ ഗോൾഡ് ഫീൽഡിൽ നിന്നാണ്. എത്ര ടണ്ണാണ് അവിടുന്ന് ആകെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്? 800 ടൺസ് ഓഫ് ഗോൾഡ്. നോക്കുക, പിന്നീട് 1856 ശേഷം എന്ത് സംഭവിച്ചെന്നോ? ഈ കോലാർ ഗോൾഡ് ഫീൽഡിൽ നിന്നുള്ള സ്വർണത്തിൻ്റെ മൈനിങ് അത്ര ആദായകരമല്ലായി മാറുകയും അതിന് ഒത്തിരി ചിലവ് വരികയും എന്നാൽ അത്രമാത്രം ഗോൾഡ് കിട്ടാതാവുകയും ചെയ്തപ്പോൾ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് മാറി. ഓക്കെ, 1956 വരെ, നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷവും നമ്മൾ കുറേ കാലം ഈ ഗോൾഡ് ഫീൽഡ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അവിടുന്ന് മൈനിങ് നടന്നിരുന്നു ഗോൾഡിൻ്റെ. അപ്പോൾ 1800 to 1956 അത്രയും ഇയേഴ്സ്, അത് എത്ര ഇയർ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണേ. എത്ര ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കുക. അത്രയും ഇയേഴ്സ് ഇവിടുന്ന് ഗോൾഡ് പ്രൊഡക്ഷൻ നടന്നിരുന്നു, മൈൻ ചെയ്തിരുന്നു, ഗോൾഡ് മൈൻ ചെയ്തിരുന്നു. 800 ടൺസ് ഓഫ് ഗോൾഡാണ് അവിടുന്ന് മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ഗോൾഡ് മൈൻ ഇൻ ഇന്ത്യ. സോ ദിസ് KGF ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ്. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലുതും, ഏറ്റവും ബിഗസ്റ്റ്, ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഗോൾഡ് മൈൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ KGFൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. വാട്ട് ഈസ് ദിസ് KGF? കോലാർ ഗോൾഡ് ഫീൽഡ്. എവിടെയാണിത്? ഇൻ കർണാടക. ആരാണ് ഇവിടെ ഗോൾഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്? ജോൺ വാരൻ. ഹി മെയ്ഡ് എ റിസോഴ്സ് മാപ്പ് ഓഫ് this Kolar gold field. Origam was the first name, then it is renamed as KGF. Okay, from 1800 to 1956 this Kolar gold field produced more than 800 tons of gold. It is the oldest and the largest gold mine in India. Okay, അപ്പോൾ KGF ആണ് നമ്മുടെ അഭിമാനം അല്ലേ. For what purpose gold is being used? What are the purposes of gold? ഇതെന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. എല്ലാ ഇലക്ട്രോണിക് ഗുഡ്സിനും ഉള്ളിലും ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്സ് ഉണ്ട്, ഗോൾഡ് ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാർട്സ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളോട് ചോദിച്ചത് മനസ്സിലാക്കുക. ഏതൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലാണ് ഈ ഗോൾഡിൻ്റെ ഒക്കെ ഉപയോഗമുള്ളത്, അതെന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഗോൾഡ് ഉപയോഗിക്കുക. സോ മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്. നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ, അതായത് മരുന്ന് നിർമ്മാണത്തിന് ചില മരുന്നുകളിലൊക്കെ ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ ഫാർമസ്യൂട്ടിക്കൽ മീൻസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെഡിസിൻ. ഓക്കെ, ദെൻ ജുവലറി. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ജുവലറി മേക്കിംഗ് അല്ലേ, ആഭരണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നമുക്കറിയാം ഈവൻ നമ്മുടെ ക്ലോത്ത് മേക്കിങ്ങിൽ പോലും ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. ചില സാരികളൊക്കെ പ്യുവർ ഗോൾഡിൻ്റെ സെറി കൊണ്ടുണ്ടാക്കുന്ന, ഗോൾഡിൻ്റെ നൂല് കൊണ്ടുണ്ടാക്കുന്ന പട്ട് സാരികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് ഒരുപാട് വ്യാപകമായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഇല്ലെങ്കിലും
In textile industry also we use gold. Okay, pharmaceutical manufacturing, jewelry making, manufacturing of electronic goods, these are the different purposes of gold. Then മെറ്റീരിയൽസ് യൂസ് ടു മീറ്റ് ദ നീഡ്സ് ഇൻ ആർ ഡെയിലി ലൈഫ്. അപ്പം നമ്മൾ റിസോഴ്സ് എന്നുള്ള ആ വേർഡിലേക്ക് പോവുക. നമ്മുടെ ഒരു കീ വേർഡാണ് റിസോഴ്സ്. വാട്ട് ഈസ് റിസോഴ്സ്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിലേക്ക് വരാനായിട്ടാണ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു റിസോഴ്സിനെ നമ്മൾ ഫസ്റ്റിൽ എടുത്തത്, ഒരു ഇൻട്രഡക്ഷന് വേണ്ടിയാണ്. അതായത് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ്, അല്ലേ? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു മിനറൽ റിസോഴ്സാണ് ഗോൾഡ്. അതൊരു മെറ്റൽ റിസോഴ്സ് കൂടിയാണ്. ഗോൾഡ് നമുക്കറിയാം ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലാണ് ഗോൾഡ്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞ്, KGFൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്? നമ്മുടെ പോക്ക് റിസോഴ്സ് എന്ന വാക്കിലേക്കാണ്, റിസോഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റങ്ങളുടെ പേര് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഗോൾഡ്, ടീച്ചർ ആദ്യം ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു എസെൻഷ്യൽ ഗുഡൊന്നുമല്ല, എന്നാലും ഇരിക്കട്ടെ. ഗോൾഡ്, സിൽവർ, അയൺ, എയർ, വാട്ടർ, സോയിൽ. എസെൻഷ്യൽ എന്ന് പറയുന്നത് എയർ, വാട്ടർ ആൻഡ് സോയിൽ, അല്ലേ? വിതൗട്ട് എയർ ഹൗ ക്യാൻ വി സർവൈവ്? വിതൗട്ട് വാട്ടർ ഹൗ ക്യാൻ വി സർവൈവ്? വിതൗട്ട് സോയിൽ ഹൗ ക്യാൻ വി കൾട്ടിവേറ്റ് or survive? So air, water, soil, they are essential goods, and gold, silver, iron, these are also needed for our daily life. Okay, then നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്ന ആ വേർഡിലേക്ക് വരികയാണ്. വാട്ട് ഈസ് റിസോഴ്സ്? വാട്ട് ഈസ് റിസോഴ്സ്? എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി ആക്സസിബിൾ, കൾച്ചറലി അക്സെപ്റ്റബിൾ and capable of meeting our needs is called as resource. So you have to study, ഞാൻ പറയും, you have to by heart, you have to by heart this sentence. What is a resource? Anything that is environmentally available. എൻവയോൺമെൻറ്റിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഏത് സാധനവും, എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ. എന്താണ് എൻവയോൺമെൻറ്റ്? നമുക്കറിയാം, സോയിലും എയറും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ വാട്ടറും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ അവൈലബിളായിട്ടുള്ള എന്തിനേയും നമുക്ക് എന്ത് പേര് വിളിക്കാം? എ റിസോഴ്സ്. എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ. ഇനി രണ്ടാമത് അതിനൊരു കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ടെക്നോളജിക്കലി ആക്സസിബിൾ. അത് ടെക്നോളജിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഈ അവൈലബിളായിട്ടുള്ള സാധനം ടെക്നോളജിക്കലി അതിനെന്തെങ്കിലും ഒരു വാല്യൂ വേണം, ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം. ദെൻ കൾച്ചറലി അക്സെപ്റ്റബിൾ. മനുഷ്യനെ കൾച്ചറൽ, അതായത് അവരുടെ സാംസ്കാരികമായിട്ട് അതിനെ അങ്ങനൊരു സാധനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ നമുക്ക് റിസോഴ്സ് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിട്ട് ആ ഒരു വസ്തു, നമ്മൾ എടുക്കുന്ന ആ ഒരു വസ്തു അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ, അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ട ഒരു വസ്തുവാണെങ്കിൽ, അത് നമുക്ക് എന്തെങ്കിലും ഹാനികരമാക്കുന്ന എന്തൊരു വസ്തുവാണെങ്കിലും അതിന് നമുക്ക് ഏത് പേര് കൊടുക്കാൻ പാടില്ല? റിസോഴ്സ് എന്ന പേര് കൊടുക്കാൻ പാടില്ല. സോ ഒരു റിസോഴ്സ് ആണോ അത് കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ആൻഡ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ്. നമ്മുടെ മനുഷ്യൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ റിസോഴ്സിനുണ്ടായിരിക്കണം. അപ്പോൾ ഒരു വസ്തു റിസോഴ്സ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്. എന്തൊക്കെയാണ് ആ കാര്യം? അത് എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കണം, ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം, അത് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിസോഴ്സ് എടുക്കാം, സോയിൽ. സോയിൽ ഒരു റിസോഴ്സാണ്. നമുക്ക് ഈ എല്ലാ പ്രത്യേകതയും സോയിലിനുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻവയോൺമെൻ്റലി അവൈലബിൾ ആണോ? യെസ്, സോയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടും, എൻവയോൺമെൻറ്റിൽ ഉണ്ട്. ടെക്നോളജിക്കലി ആക്സസിബിൾ ആണോ? ആ സോയിൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, സോയിൽ ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നു, അല്ലേ? ഏറ്റവും നമുക്കറിയാം, പ്രിമിറ്റീവ് ടൈം ഓൺവേർഡ്സ് വി ഹാവ് ടു മേക്ക് പോട്ട്സ് യൂസിങ് സോയിൽ, അല്ലേ? അപ്പോൾ ടെക്നോളജിക്കലി ആക്സസിബിൾ ആണ്. ദെൻ കൾച്ചറലി അക്സെപ്റ്റബിൾ ആണോ? യെസ്, സോയിലിന് എന്താണ് പ്രശ്നം, അല്ലേ? മണ്ണെന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മണ്ണ്. ഓക്കെ, ദെൻ കേപ്പബിൾ ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ്. നമ്മുടെ നീഡ്സ് അത് സാധിക്കുന്നുണ്ടോ? യെസ്, സോയിൽ കൊണ്ട് എന്തെല്ലാം നീഡ്സാണ് നമുക്ക് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഈ പ്രത്യേകതകളുമുള്ള എനിത്തിങ് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൾഡ് എ റിസോഴ്സ്. Resource include not only material things like water, air and soil,
ബട്ട് ഓൾസോ നോൺ മെറ്റീരിയൽ തിങ്സ് ലൈക്ക് നോളജ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ദേ ആർ മെറ്റീരിയൽ തിങ്സ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റീരിയൽ, സോയിൽ, വാട്ടർ, അല്ലേ, ഇതുപോലുള്ള മെറ്റീരിയൽ, മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, അതെല്ലാം റിസോഴ്സാണ്. ഓക്കെ, അപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി മെറ്റീരിയൽ തിങ്സ് ലൈക്ക് വാട്ടർ, എയർ, ബട്ട് ഓൾസോ നോൺ മെറ്റീരിയൽ തിങ്സ് ലൈക്ക് നോളജ് ആൻഡ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് എങ്ങനെ കാണാൻ പറ്റും, അല്ലേ? ടീച്ചർ ഹെൽത്തി ആണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് ചില ലക്ഷണങ്ങൾ കൊണ്ട് ഹെൽത്ത് ഉണ്ടെന്ന് പറയാം, പക്ഷേ ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തെ നമുക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുകയില്ല. എനിക്ക് നോളജ് ഉണ്ടെന്നുള്ളത് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. നോളജ് എവിടെ ഇരിക്കുന്നത്? തലയിലാണോ ഇരിക്കുന്നത്, ഹൃദയത്തിലാണോ ഇരിക്കുന്നത്, അതോ എവിടെയാണ് നമ്മുടെ നാക്കയിലാണോ ഇരിക്കുന്നത്? അറിഞ്ഞുകൂടാ, അല്ലേ? നോളജ് അല്ലെങ്കിൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ഒരു സോയിൽ പോലോ വാട്ടർ പോലോ എടുത്ത് കാണിക്കാൻ പറ്റാത്ത ചില വസ്തുക്കളാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ മെറ്റീരിയൽ തിങ്സ്. സോ റിസോഴ്സ് ഇൻക്ലൂഡ് മെറ്റീരിയൽ തിങ്സ് ആൻഡ് നോൺ മെറ്റീരിയൽ തിങ്സ്. മെറ്റീരിയൽ തിങ്സിന് എന്താണ് എക്സാമ്പിൾ? വാട്ടർ, എയർ, സോയിൽ, ഓൾ ദീസ് ആർ മെറ്റീരിയൽ. ആൻഡ് നോൺ മെറ്റീരിയൽ തിങ്സിന് എന്താണ് എക്സാമ്പിൾ? നോളജ് ആൻഡ് ഹെൽത്ത്. കണ്ടോ, ഹെൽത്ത് ഒരു റിസോഴ്സാണ്, നമ്മുടെ നോളജ് മറ്റൊരു റിസോഴ്സാണ്. ഓക്കെ, ഹ്യൂമൻ സ്കിൽ ആർ ഓൾസോ യൂസ്ഡ് ആസ് റിസോഴ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ സ്കിൽ, വാട്ട് ഇസ് ദ മലയാളം വേർഡ് ഫോർ സ്കിൽ? കഴിവ്. ഹ്യൂമൻ്റെ കഴിവ്. ഇപ്പോൾ എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവ്, ഒരാൾക്ക് പോട്ട് മേക്ക് ചെയ്യാനുള്ള കഴിവ്, മറ്റൊരാൾക്ക് അഗ്രികൾച്ചർ ചെയ്യാനുള്ള കഴിവ്. സോ ഹ്യൂമൻ ബീങ്സ് ഹാവ് സോ മെനി സ്കിൽസ്. സോ ഹ്യൂമൻ സ്കിൽസ് ആർ ഓൾസോ യൂസ്ഡ് ആർ റിസോഴ്സ്. സോ ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ റിസോഴ്സ്. വാട്ട് ഇസ് ദ പർട്ടിക്കുലർ നെയിം ഫോർ ദിസ് ഹ്യൂമൻ ബീങ് റിസോഴ്സ്? ഹ്യൂമൻ റിസോഴ്സ്. Human beings are resources. So we call this human skill as human resource. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള റിസോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും അത് ഹ്യൂമൻ റിസോഴ്സാണ്, അല്ലേ? ലോകത്ത് ഏത് രാജ്യത്തിനാണ് നമ്മുടെ എത്രയും ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്? ഹെൽത്തി ആയിട്ടുള്ള, നോളജുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗ്യമാണ്. നമ്മളെല്ലാം ഹ്യൂമൻ റിസോഴ്സാണ്. നമുക്ക് മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നോൺ മെറ്റീരിയൽ റിസോഴ്സസും ഉണ്ട്. സോ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ഈസ് എൻവയോൺമെൻ്റലി അവൈലബിൾ, എനിത്തിങ്. ഓക്കെ, എക്സാമ്പിൾസ് അറിയാമല്ലോ. മെറ്റീരിയൽ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, എയർ ആൻഡ് സോയിൽ. നോൺ മെറ്റീരിയൽ റിസോഴ്സസ് ലൈക്ക് നോളജ് ആൻഡ് ഹെൽത്ത്. ആൻഡ് അനദർ റിസോഴ്സ് ഈസ് ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ക്ലാസിഫൈ റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. നമ്മൾ റിസോഴ്സസിനെ പല ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതിനെ തരംതിരിക്കാറുണ്ട്. റിസോഴ്സസിനെ നമ്മളൊന്ന് തരംതിരിച്ച് വെക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ബേസ്? എന്താണ്? ഒന്നാമത് നമ്മൾ അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒറിജിൻ, അതെങ്ങനെ ഉണ്ടായി, ഒറിജിൻ അതെങ്ങനെ ഉണ്ടായി, അത് വെച്ച് നമുക്ക് റിസോഴ്സസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സെക്കൻഡ് മാൻ മെയ്ഡ്. എക്സാമ്പിൾ, resource obtained from nature. Natural resource means resource obtained from nature. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സസിനെയും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് പറയുക. എക്സാമ്പിൾ, എയർ, മിനറൽസ്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ച് നമ്മൾ മൈനിങ്ങിലൂടെ കുഴിച്ചെടുക്കുന്ന മിനറൽസും എയറും വാട്ടറും സോയിലും എല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമുക്കതെല്ലാം നേച്ചറാണ് തരുന്നത്. റിസോഴ്സസ് ഒബ്റ്റെയിൻ ഫ്രം നേച്ചർ. ദെൻ മാൻ മെയ്ഡ് റിസോഴ്സസ്. What is man-made resources? Resources made by human beings. മനുഷ്യനുണ്ടാക്കുന്ന റിസോഴ്സസിനെയാണ് മാൻ-മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയുക. എക്സാമ്പിൾ, റോഡ്. അത് സ്വാഭാവികമായിട്ട് വരത്തില്ല, നമ്മൾ വെട്ടി ഉണ്ടാക്കണം, അല്ലേ? ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കണം. സോ റോഡ്. ദെൻ മെഷീനറി. നമ്മൾ എത്രയോ മെഷീൻസ് ഉപയോഗിക്കുന്നു, അല്ലേ? നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് മിക്സി ഉണ്ട്, അനേകം മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻസ് എല്ലാം എന്താണ്? അത് മാൻ-മെയ്ഡ് റിസോഴ്സാണ്. എന്നാൽ എയറും വാട്ടറും സോയിലും മിനറൽസും ഒക്കെ എന്താണ്? നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. സോ ദേ ആർ നാച്ചുറൽ റിസോഴ്സസ്. സോ വി ക്യാൻ ക്ലാസിഫൈ റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് റിസോഴ്സസ്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ദെൻ വൈ കാൺട്ട് ഓൾ റിസോഴ്സസ് ബി യൂസ്ഡ് ദ സെയിം വേ? നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണെങ്കിലും ഹ്യൂമൻ ബീങ്സ് മെയ്ഡ് ചെയ്തതാണെങ്കിലും, അതായത് നാച്ചുറൽ ആണെങ്കിലും മാൻമെയ്ഡ് ആണെങ്കിലും ധാരാളം റിസോഴ്സസ് ഉണ്ട്. പക്ഷേ എല്ലാ റിസോഴ്സസിൻ്റെയും ഉപയോഗം ഒരുപോലെയല്ല.
വൈ കാണ്ട് ഓൾ റിസോഴ്സസ് ബി യൂസ് ദ സെയിം വേ? എല്ലാ റിസോഴ്സസിനെയും നമ്മൾ എന്തുകൊണ്ട് ഒരേപോലെ ഉപയോഗിക്കുന്നില്ല? അല്ലേ? ചില റിസോഴ്സസിനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. നമുക്കറിയാം, നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് ഉടുപ്പുകളുണ്ട്. നമ്മളെപ്പോഴും ചിലപ്പം ചില ഉടുപ്പുകളോട് നമുക്കൊരു പ്രത്യേകത കാണാം. നമ്മൾ എവിടെ പോയാലും ആ ഉടുപ്പായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. വേറെ ചില ഉടുപ്പുകൾ നമുക്ക് അത് അലമാരിയിൽ അങ്ങനെ ഇരിക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ റിസോഴ്സസിൻ്റെ കാര്യത്തിലും ചില റിസോഴ്സസ് നമ്മൾ ഒരുപാട് ഉപയോഗമുണ്ട്, വേറെ ചില റിസോഴ്സസിന് അത്രയും ഉപയോഗമില്ല. എന്താണ് ആ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം? ഫസ്റ്റ്, നോട്ട് അവൈലബിൾ എവരിവെയർ. ചില റിസോഴ്സസ് എല്ലായിടത്തും അവൈലബിൾ അല്ല. റൺ ഔട്ട് വിത്ത് യൂസ്. ചിലത് നമ്മൾ അത്ര ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ്? ഉപയോഗം കൊണ്ട് അത് റൺ ഔട്ടായി പോകും, അത് തീർന്നു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള റിസോഴ്സസിനെ വലിയ യൂസസ് നമുക്ക് കിട്ടുന്നില്ല. ലാക്ക് ഓഫ് ഗുഡ് ടെക്നോളജി. ചില റിസോഴ്സസ് നമുക്കുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാനുള്ള ടെക്നോളജി നമുക്കില്ല. നമുക്കറിയാം, ഒരു റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നമ്മുടെ നീഡിന് വേണ്ടി നമ്മുടെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റിയ ടെക്നോളജി നമുക്ക് വേണം. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്തു നിന്ന് നമുക്ക് ധാരാളം ക്രൂഡ് ഓയിൽ കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ അതിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള പ്ലാന്റുകൾ നമുക്കില്ല. നമുക്കതിനുള്ള ടെക്നോളജി അറിയത്തില്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ കൊണ്ട് എന്താണ് ഉപയോഗം? ഒരു ഉപയോഗവും ഇല്ല. വെറുതെ ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തുകൂടി വേണം? ആ ക്രൂഡ് ഓയിലിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ പെട്രോളും ഡീസലും അങ്ങനെ ഓരോ ഐറ്റമാക്കി മാറ്റാനുള്ള ടെക്നിക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്രൂഡ് ഓയിൽ കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ എല്ലാ റിസോഴ്സസും നമുക്ക് ഒരുപോലെ യൂസ്ഫുൾ അല്ലാത്തത് എന്തുകൊണ്ടാണ്? 3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തേത്, ചില റിസോഴ്സസ് നോട്ട് അവൈലബിൾ എവരിവെയർ. എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പം നമ്മൾ അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രമേ റിസോഴ്സസിനെ ഉപയോഗത്തിലേക്ക് എടുക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? എപ്പോഴും അവൈലബിൾ അല്ലാത്തത് നമ്മൾ എടുക്കുകയില്ല. ദെൻ റൺ ഔട്ട് വിത്ത് യൂസ്. ചില റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ പേടിക്കും. കാരണം എന്താണ്? കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് തീർന്നു പോകും. അങ്ങനെ തീർന്നു പോകുന്ന റിസോഴ്സസിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെപ്പോഴും ഒരു റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണ്? വീണ്ടും വീണ്ടും ആ സാധനം ആ റിസോഴ്സ് നമുക്ക് കിട്ടുമോ എന്ന് നമ്മൾ നോക്കിയിട്ടേ അത് യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ, ടീച്ചറൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തുടങ്ങുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് സിൽക്കിൻ്റെ തുണികൾ മാത്രമുള്ള ഒരു കടയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചിന്തിക്കും? ഈ സിൽക്കിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ തുടർച്ചയായിട്ട് അതിന് റൺ ഔട്ട് ആകാതെ കിട്ടാൻ ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ കിട്ടാൻ ഒരു മാർഗ്ഗമില്ലെങ്കിൽ ആരെങ്കിലും സിൽക്ക് ഇൻഡസ്ട്രി തുടങ്ങുമോ? ഇല്ല. അവരെന്ത് നോക്കും? കോട്ടൺ ആണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ സാധ്യതയെങ്കിൽ നമ്മൾ സിൽക്ക് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കോട്ടൺ ഇൻഡസ്ട്രി തുടങ്ങും, അല്ലേ? എന്നാൽ സിൽക്ക് കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സിൽക്ക് ഉപയോഗിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ചില റിസോഴ്സസ് നമ്മൾ അധികം ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് യൂസ് ചെയ്യുന്തോറും റൺ ഔട്ടായി പോകുന്നു. ഓക്കെ, അടുത്തത്, നമുക്ക് ടെക്നോളജി ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സ് ഉപയോഗിക്കത്തില്ല. ലാക്ക് ഓഫ് ഗുഡ് ടെക്നോളജി. ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ടെക്നോളജി, നോ ഗുഡ് ടെക്നോളജി. ഓക്കെ, ലാക്ക് ഓഫ് ഗുഡ് ടെക്നോളജി. ദെൻ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദെയർ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ. അപ്പോൾ ആദ്യം നമ്മൾ റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ്റെ ബേസിലാണ് നമ്മൾ എങ്ങനെ തിരിച്ചത്? നാച്ചുറൽ റിസോഴ്സ് എന്നും മാൻമെയ്ഡ് റിസോഴ്സ് എന്നും. ഇനി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് അവയുടെ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പുനരുപയോഗിക്കാവുന്ന, അല്ലേ, വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന പൊട്ടൻഷ്യൽ വെച്ച്, അതിനുള്ള സാധ്യത വെച്ച് നമുക്ക് വീണ്ടും റിസോഴ്സസിനെ ക്ലാസിഫൈ ചെയ്യാം. റിന്യൂവബിൾ റിസോഴ്സസ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നും. എന്താണ് ഈ റിന്യൂവബിൾ? ഇത് നിങ്ങൾക്ക് 9th 10th ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കീ വേർഡാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. എന്താണ് റിന്യൂവബിൾ? വീണ്ടും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരുന്നോളും, ഒരിക്കലും തീർന്നു പോകുന്നില്ല. ദേ ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ്. എന്താണ് ഡിപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ? തീർന്നു പോവുക. ഡു നോട്ട് റിപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും തീർന്നു പോകത്തില്ല. ഇപ്പോൾ സൺലൈറ്റ്, എക്സാമ്പിൾ സൺലൈറ്റ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചു, നാളെ ഉപയോഗിച്ചു, 1000 കൊല്ലം ഉപയോഗിച്ചു. സൺലൈറ്റ് എപ്പോഴെങ്കിലും തീർന്നു പോകുന്നുണ്ടോ? നോ. വിൻഡ് എപ്പോഴെങ്കിലും തീർന്നു പോവോ? ഇല്ല. വേവ് നമ്മൾ തന്നെ അറിയാം, അല്ലേ? കടൽക്കരയിൽ നിന്നാൽ വേവ് എപ്പോഴെങ്കിലും തീർന്നിട്ട് പോയിട്ടേ പോകാമെന്ന് വെച്ചാൽ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം വേവ് വന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഒരിക്കലും തീർന്നു പോകാത്ത വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ റിന്യൂവബിൾ പൊട്ടൻഷ്യൽ വെച്ച് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്. അപ്പോൾ എന്തായിരിക്കും നോൺ റിന്യൂവബിൾ? ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന റിസോഴ്സസിനെയാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുക. തീർന്നു പോകും, ഉപയോഗിച്ച് തീർന്നു പോകും. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസിനെ നമുക്കൊന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പഠിക്കാം. റിസോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് കൊണ്ട് ഡിപ്ലീറ്റ് ആയി പോകുന്നില്ല. ദേ ക്യാൻ ബി റീയൂസ്ഡ്, വീണ്ടും റീയൂസ് ചെയ്യാം. ദേ ക്യാൻ ബി റീയൂസ്ഡ്. ദീസ് ആർ റിസോഴ്സസ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ നേച്ചർ. ഇവിടെ നേച്ചർ എന്ന് എഴുതണം, NAT എന്ന് വരെ അവിടെ വന്നിട്ടുള്ളൂ. സോറി ചിൽഡ്രൻ, അവിടെ നിങ്ങൾ നേച്ചർ എന്ന് എഴുതിക്കോണം കേട്ടോ. NATURE, നേച്ചർ. ദേ ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ നേച്ചർ. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സസ് ഒരിക്കലും തീർന്നു പോകുന്നില്ല. ദേ ഡു നോട്ട് ഡിപ്ലീറ്റഡ്, ദേ ക്യാൻ ബി റീയൂസ്ഡ്, ദേ ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ നേച്ചർ. അത് കണ്ടിന്യൂസ് ആയിട്ട് നേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദേ ആർ റെഡിലി അവൈലബിൾ ടു മാൻ. അത് മനുഷ്യന് റെഡിലി അവൈലബിൾ ആണ്, എപ്പം ചെന്നാലും കിട്ടും. റെഡിലി അവൈലബിൾ. എന്താണ് എക്സാമ്പിൾ? സൺലൈറ്റ്, വിൻഡ്, വേവ്. ഓക്കെ, ദെൻ നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് ഉപയോഗിക്കും തോറും തീർന്നു പോകും. ദേ ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മില്യൻസ് ഓഫ് ഇയേഴ്സ് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. മില്യൻസ് ഓഫ് ഇയേഴ്സ് വേണം. അപ്പോൾ തീർന്നു പോയാൽ ഓടി അങ്ങോട്ട് ചെന്നാൽ കിട്ടത്തില്ല. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ, ലക്ഷക്കണക്കിന് ഇയേഴ്സ് നമ്മൾ കാത്തിരിക്കണം. മില്യൻസ് ഓഫ് ഇയേഴ്സ് കാത്തിരുന്നാലേ അത് വീണ്ടും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തീർന്നു പോയാൽ പോയതാ. ഓക്കെ, വീണ്ടും ഉണ്ടാകുന്ന ഇതെന്ന് പറയുന്നത് മില്യൻസ് ഓഫ് ഇയേഴ്സ് എടുക്കും. ദേ ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. ദേ ഡിക്രീസസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. ഉപയോഗിക്കും തോറും ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ അയൺ, ഗോൾഡ്, കോൾ, പെട്രോളിയം. കോളും പെട്രോളിയവും അയണും ഗോൾഡും എല്ലാം ആ ടൈപ്പ് റിസോഴ്സസ് ആണ്, നോൺ റിന്യൂവബിൾ ആണ്. അയൺ നമ്മൾ കോളാർ KGF നിന്ന് കുഴിച്ചെടുത്തു. 1956 ആയപ്പോൾ തീർന്നു പോയി. ഓക്കെ, ഇനി അത് ഉണ്ടാകണമെങ്കിൽ വർഷങ്ങൾ നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് കാത്തിരിക്കണം. ഗോൾഡും അയണും കോള അതങ്ങനെ തന്നെയാണ്. ഈ മരങ്ങൾ ഭൂമിക്കടിയിൽപ്പെട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കടന്നാലേ അത് കോളായിട്ട് മാറത്തുള്ളൂ. പെട്രോളിയം ജീവജാലങ്ങളുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ബോൺ ഒക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടന്നാലേ പെട്രോളിയം ആകത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള പെട്രോളിയം നമ്മൾ ഉപയോഗിച്ച് തീർത്താൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അവസാനം അത് തീർന്നു പോകും. ഓക്കെ, സോ ദേ ആർ നോൺ റിന്യൂവബിൾ. സോ റിസോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് റിന്യൂവബിൾ പൊട്ടൻഷ്യൽ, renewable resources and non-renewable resources. Renewable resources that do not get depleted after use. They can be reused and they are continuously produced in the nature and they are readily available. Example, sunlight, wind and wave. Non-renewable resources take billions of years to be formed and they decrease in quantity with use and they are not readily available in the nature. Iron, gold and coal and petroleum are example for non-renewable resources. അപ്പോൾ കുട്ടികളെ ഇതിൽ ഏതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്? റിന്യൂവബിൾ റിസോഴ്സസ് വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ ഇപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോൾ എന്താണ് കൂടുതൽ ഉപയോഗിക്കുക? സോളാർ എനർജി അല്ലെങ്കിൽ ബാറ്ററി എനർജി ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഒക്കെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഒക്കെ ഇപ്പോൾ ഇറക്കാനുള്ള കാരണം എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത്. നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പിന്മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഒരു പേജ് നമ്പർ 90 എടുക്കുക. അവിടെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് 4 ഐറ്റം തന്നിട്ടുണ്ട്. വാട്ടർ, മെറ്റൽ, സോളാർ എനർജി, കോൾ, വിൻഡ് ആൻഡ് പെട്രോളിയം. ഇതിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ടീച്ചർ അത് ചെയ്തു തന്നിട്ടുണ്ട്. വാട്ടർ, സോളാർ എനർജി, വിൻഡ് റിന്യൂവബിൾ ആണ്. മെറ്റൽസ്, കോൾ, പെട്രോളിയം നോൺ റിന്യൂവബിൾ ആണ്. അത് ക്ലിയർ അല്ലേ? അപ്പോൾ പ്രകൃതിയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് വാട്ടറും സോളാർ എനർജിയും വിൻഡും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? റിന്യൂവബിൾ. എന്നാൽ മെറ്റൽ, കോൾ, പെട്രോളിയം ഇതൊക്കെ എന്ത് സംഭവിക്കും? മില്യൻസ് ഓഫ് ഇയേഴ്സ് കൊണ്ടേ അത് വീണ്ടും പ്രൊഡ്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് കാറ്റഗറിയിലോട്ട് കൊടുക്കണം? നോൺ റിന്യൂവബിൾ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്കിനി റിസോഴ്സസിനെ മിനറൽസ്,
non minerals, then ferrous metal